ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷം വണ്ടിപ്പെരിയാർ മാതൃശാഖയുടെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി നടത്തുന്നതിനുള്ള ആലോചനാ യോഗം നടന്നു. വണ്ടിപ്പെരിയാർ ഗുരുമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള ഭാരവാഹികൾ പങ്കെടുത്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ്, പെരിയകുളം, തേനി. 2009 മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ 16ാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല പഠനം, പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം, പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം, മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും, ഇതോടൊപ്പം 100% ജോലിയും വാഗ്ദാനം നൽകുന്നു. 2025-26 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, BSc റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97 88 88 95 95 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. തിരവിയം നഴ്സിംഗ് കോളേജ്, പെരിയകുളം, തേനി. സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന സന്ദേശമുയർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ചതയദിന ആഘോഷം സെപ്റ്റംബർ 7-ാം തീയതി നടത്തുന്നത്. വണ്ടിപ്പെരിയാർ മേഖലയിലെ വള്ളക്കടവ്, കറുപ്പുപാലം, പെരിയാർ ടൗൺ, പെരിയാർ എന്നീ ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അതിവിപുലമായ പരിപാടികളോടെ നടത്തുന്നതിനുള്ള ആലോചനാ യോഗമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അന്നേ ദിവസം രാവിലെ അതാത് ശാഖകളുടെ നേതൃത്വത്തിൽ ശാഖാ ഓഫീസ് പടിക്കൽ പതാക ഉയർത്തും. പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും. തുടർന്ന് വണ്ടിപ്പെരിയാർ മാതൃശാഖയായ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച് പ്രത്യേക പൂജകളും പൊതുയോഗവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖാ അംഗങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് കക്കൈക്കവലയിൽ നിന്നും 4 ശാഖകളിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ ടൗൺ വഴി ഗുരുമന്ദിരത്തിൽ എത്തിച്ചേരുന്ന ചതയദിന ആഘോഷ റാലിയും സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ മാതൃശാഖ പ്രസിഡന്റ് VK രാജൻ അധ്യക്ഷനായിരുന്നു. ചതയദിന ആഘോഷ വിശദീകരണം സെക്രട്ടറി കലേഷ് കുമാർ നിർവഹിച്ചു. മുഖ്യ കാരണം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാം ജയന്തി സെപ്റ്റംബർ മാസം 7-ാം തീയതി ആർഭാടപൂർവ്വം കൊണ്ടാടപ്പെടുകയാണ്. ആയതിലേക്ക് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഈ 4 ശാഖകളും കൂടെ ഒന്നിച്ച് നമ്മുടെ ഈ ടൗണിൽ നമ്മുടെ ഈ ഈഴവ സമുദായത്തിൻ്റെ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നമ്മുടെ 4 ശാഖകളും മറ്റ് ശാഖാ ഭാരവാഹികളായ PK ഗോപിനാഥൻ, P നളിനാക്ഷൻ, രാജൻ കൊഴുവമാക്കൽ, ദീപ സുഭാഷ്, വിഷ്ണു ആനന്ദ് എന്നിവർ സംസാരിക്കുകയും ചെയ്തു. വിപുലമായ ആഘോഷ കമ്മിറ്റി ചൊവ്വാഴ്ച കൂടുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഈ വർഷത്തെ കർക്കടക വാവുബലി 24-ാം തീയതി പെരിയാർ നദീതീരത്ത് മാതൃശാഖയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.